ശ്രീ അഷ്റഫ് കടക്കൽ, താങ്കൾ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ, സമീപകാലത്തെ സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ, സമകാലിക സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ, അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ചർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഈ ചർച്ച ഫലപ്രദമായ ഒരു നിലയിലേക്ക് കടക്കാത്തത്? ഇറാൻ വളരെ തുടക്കം മുതൽ തന്നെ പറയുന്നൊരു കാര്യം, ആ രാജ്യം പൂർണ്ണമായും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ അക്രമം അഴിച്ചുവിട്ടത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നെഗോഷിയേഷൻസിൻ്റെ ഇടയിലായിരുന്നു. ഒമാൻ നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ അറ്റാക്ക് ഉണ്ടാകുന്നു. രണ്ടാമത് വീണ്ടും അമേരിക്കയുമായി നെഗോഷിയേഷൻസ് നടക്കുന്ന സമയത്താണ് ഫെബ്രുവരിയിലെ രണ്ടാമത്തെ അറ്റാക്ക് ഉണ്ടാകുന്നത്. സ്വാഭാവികമായും അതിനുശേഷവും അമേരിക്ക ഓരോ സന്ദർഭങ്ങളിലും നൽകിയ ഉറപ്പുകൾ പൂർണ്ണമായും ലംഘിക്കപ്പെടുകയും എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും നെഗോസിയേഷൻസിൻ്റെ അന്താരാഷ്ട്ര രംഗത്തുള്ള ഡിപ്ലോമസിയിലെ ഇതുവരെയുള്ള എല്ലാ കീഴ്വഴക്കങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് അമേരിക്കയുടെ തന്നെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ തന്നെ വിശ്വാസ്യത എല്ലാ അർത്ഥത്തിലും നഷ്ടപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, അമേരിക്കൻ മീഡിയ അതുപോലെ ഈ വിഷയങ്ങൾ നിരന്തരമായി പഠിക്കുകയും ചർച്ചയിലേർപ്പെടുകയും ചെയ്യുന്ന, മാത്രമല്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന തിങ്ക് ടാങ്കുകൾ, അത് അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിലെമ്പാടും അറബ് മേഖലയിലും ഇന്ത്യയടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ മീഡിയ, നയതന്ത്ര വിദഗ്ധർ, അതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് ഈ വിഷയങ്ങളിൽ ഇടപെടുന്ന അക്കാഡമീഷ്യൻസ്, ഏതാണ്ട് എല്ലാവരും തന്നെ അവരുന്നയിക്കുന്നൊരു കാര്യം ഇറാൻ വളരെ തുടക്കം മുതൽ ഉന്നയിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ഇതിനൊരു ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ അത്യാവശ്യമാണ്. കാരണം ഇത് അമേരിക്കയെയോ ഇറാനെയോ ഇസ്രായേലിനെയോ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ലാതായി മാറിയിരിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള എല്ലാ മനുഷ്യരുടെയും ആഗോള സമ്പദ് വ്യവസ്ഥ അവതാളത്തിലാകുന്നു. എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഫെർട്ടിലൈസർ മുതൽ മെഡിസിൻസ് മുതൽ മറ്റ് അത്യാവശ്യ സാധനങ്ങൾ വരെയുള്ള എല്ലാത്തിൻ്റെയും ലഭ്യതയെ ഏതാണ്ട് പല നിലയ്ക്കും ബാധിച്ചു കഴിഞ്ഞ നമ്മുടെ ചെറിയ ചായക്കടകൾ പോലും ഇന്ന് ക്രൈസിസിനെ അഭിമുഖീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ഇറാന്റെ മാത്രം വിഷയമല്ല, അത് അമേരിക്കയുടെ മാത്രം വിഷയമല്ല, പശ്ചിമേഷ്യയുടെ മാത്രം വിഷയമല്ല എന്ന് ലോകത്തെമ്പാടുമുള്ളവർ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ ഇവിടെ അമേരിക്ക മനസ്സിലാക്കാത്ത ഒരു സംഗതി, അമേരിക്ക ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. വിഷയങ്ങൾ ഈ ക്രൈസിസ് അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് ആരംഭിച്ച സമയം മുതൽ ഒരു ചതുരംഗക്കളിയിലെ വൈദഗ്ധ്യം എങ്ങനെയാണോ കരുക്കൾ നീക്കേണ്ടത്, യുദ്ധരംഗത്ത് എങ്ങനെയാണോ കരുക്കൾ നീക്കേണ്ടത്, അത് അമേരിക്കയേക്കാൾ വളരെ സ്മാർട്ടായി ആ ഗെയിം വളരെ ഭംഗിയായി കളിക്കുകയായിരുന്നു ഇറാൻ. അതിന് മുന്നിലാണ് അമേരിക്ക, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്നിട്ടുള്ള യുദ്ധമുന്നണിക്ക് പെട്ടെന്ന് അവരുടെ എല്ലാ അടവുകളും പാളിപ്പോവുകയും ഒരു എക്സിറ്റ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഈ കാര്യകാരണങ്ങളൊക്കെ നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു, വലിയ നാശമുണ്ടാക്കി എന്ന് അമേരിക്ക അവകാശവാദം ഉന്നയിക്കുന്നു. ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ടെന്നും കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇറാൻ പറയുന്നു. ഇതിനെല്ലാം ശേഷം സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചയുടെ മേശപ്പുറത്തേക്ക് ഇരുവരെയും കൊണ്ടുവരാനുള്ള ശ്രമമാണല്ലോ ഇപ്പോൾ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്നത്. അവിടെയും ഇവർ വെക്കുന്ന ടേംസ്, വ്യവസ്ഥകൾ ഇരുകൂട്ടർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണെങ്കിൽ പിന്നെ ഈ ചർച്ച എന്ന് പറയുന്നത് ഒരു പ്രഹസനമായി മാറില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണം ഇറാൻ, പിന്നെ ഹോർമൂസ് കടലിടുക്കിന്മേലുള്ള ഇറാന്റെ ഈ അധികാരം അത് അവസാനിപ്പിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇറാൻ അക്സെപ്റ്റബിൾ അല്ലാത്ത നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഈ കാര്യങ്ങൾ അമേരിക്കയെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അമേരിക്ക ചർച്ച നടക്കുമ്പോൾ തന്നെ ചതിയിലൂടെ ഞങ്ങൾ ആക്രമിച്ച രാജ്യമാണ് എന്ന ഒരു മാനസികാവസ്ഥയിൽ ഇറാനും ചർച്ചകൾക്ക് വന്നുവെന്നും
വന്നില്ല എന്നുമുള്ള ഒരു നിലയിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് സ്ഥിതിവിശേഷമെങ്കിൽ പാകിസ്ഥാനെ പോലൊരു രാജ്യം ഇസ്ലാമാബാദിൽ ഒരു മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടിയുള്ള ഇടമാക്കി മാറ്റിക്കൊണ്ട് അവിടെ അസിം മുനീറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ സമാധാന ശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ ഇതൊക്കെ വിഫലമാകുന്ന മറ്റൊരു എക്സസൈസ് എന്നതിനപ്പുറത്തേക്ക് കടക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലിന് വേണ്ടി കാത്തു നിൽക്കുകയാണോ ഈ രാജ്യങ്ങൾ? അല്ലെ, ഇവിടെ ഇസ്ലാമാബാദ് എന്ന് പറയുന്നത് അമേരിക്ക ഇസ്ലാമാബാദിനെ അതിൽ ഇൻവോൾവ് ചെയ്യിക്കുകയായിരുന്നു. ഇസ്ലാമാബാദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളൊരു ഡിപ്ലോമാറ്റിക് എക്സ്പെർട്ടൈസ് ഉള്ള ഒരു രാജ്യമല്ല, അങ്ങനെ ഒരു ചരിത്രവും പാകിസ്ഥാനില്ല. അതേസമയം ട്രംപിന്റെ കടിക്കുന്ന പട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളാണല്ലോ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അസീം മുനീർ. അസീം മുനീർ ട്രംപിന് വേണ്ടി ചെയ്യുന്ന നയതന്ത്രപരമായ ഒരു ഗിമ്മിക്കാണ് പാകിസ്ഥാൻ കേന്ദ്രമായി നടന്നത് എന്ന് നമ്മളെക്കാൾ വളരെ നന്നായി അറിയുന്നവരാണ് ഇറാൻ നേതൃത്വം. അത് നമുക്ക് അബ്ബാസ് അറാക്ചിയുടെ പല പ്രസ് കോൺഫറൻസുകളിൽ നിന്നും പല കമന്റ്സുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ഇറാൻ ആണെങ്കിലോ പാകിസ്ഥാനിലെ നിലവിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ ഏതാണ്ട് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു വിദേശകാര്യമന്ത്രി ഇപ്പോൾ ഇറാനിലുണ്ട്. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെ ലോകത്ത് വൻ ഹിറ്റായി മാറിയിരിക്കുന്നത്. അമേരിക്കയിലെ ബെസ്റ്റ് സെല്ലറായി മാറിയിരിക്കുകയാണ് അദ്ദേഹം നെഗോസിയേഷൻസിനെ സംബന്ധിച്ച് എഴുതിയ അദ്ദേഹത്തിന്റെ പുസ്തകം. ഫ്രഞ്ചിലും ഇംഗ്ലീഷിലുമായ ആ പുസ്തകം പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിന് ഇതെല്ലാം അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സംവിധാനത്തിനും കൃത്യമായി അറിയാം ഈ പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് ഗിമ്മിക്കാണ്, അത് ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി നടത്തുന്ന കാര്യങ്ങളാണെന്നൊക്കെ അറിയാം. പക്ഷേ ഇവിടെ ഇറാൻ മുന്നോട്ട് വച്ച 10 പോയിന്റ്സ് ആദ്യം അംഗീകരിക്കുന്ന രൂപത്തിൽ പ്രതികരിച്ചത് ഈ ട്രംപ് തന്നെയാണ്. അതേസമയം പിന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ചർച്ചയ്ക്ക് ഇസ്ലാമാബാദിലെത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ അമേരിക്ക ഈ വിഷയത്തോടെടുത്ത നിലപാടല്ല ആ ചർച്ചയിൽ. അപ്പോൾ സ്വാഭാവികമായും അബ്ബാസ് അറാക്ചിയൊക്കെ ആദ്യം മുതൽ തന്നെ പറയുന്ന സംഗതി, നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല, ഇത് വിശ്വസ്തതയുള്ള അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു മൂന്നാം കക്ഷി അല്ലെങ്കിൽ ഒരു കക്ഷികളുടെ ഒരു മുന്നണി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? ഒന്ന്, ലോകത്തിലുള്ള ഒരു വേൾഡ് ബോഡീസിനെയും അംഗീകരിക്കുന്ന ഒരു സ്വഭാവമല്ല ട്രംപിനുള്ളത്. 2, ട്രംപ് അന്താരാഷ്ട്ര നിയമങ്ങളെ ഒരു നിലയ്ക്കും അംഗീകരിക്കുന്ന വ്യക്തിയുമല്ല. അമേരിക്കയുടെ ചരിത്രത്തിൽ പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ ഇടപെട്ടിട്ടുള്ള നാളിതുവരെയുള്ള സംഭവങ്ങളിൽ, അത് ഗൾഫ് യുദ്ധം 1 ഗൾഫ് യുദ്ധം 2 അഫ്ഗാനിസ്ഥാൻ വിഷയമാകട്ടെ, ഏതിലും അമേരിക്കയെ സപ്പോർട്ട് ചെയ്യാൻ യൂറോപ്പ് വളരെ കൃത്യമായി അമേരിക്കയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ ബോഡീസ് ഏറെക്കുറെ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുണ്ടായിരുന്നു. അമേരിക്കൻ പബ്ലിക് അവരോടൊപ്പം ഉണ്ടായിരുന്നു. അമേരിക്കൻ മീഡിയ ഏറെക്കുറെ അവരോടൊപ്പം ഉണ്ടായിരുന്നു. എന്തിന്? അമേരിക്കയുടെ സംവിധാനങ്ങൾ, അത് ഡിഫൻസ് സംവിധാനമാകട്ടെ, അത് എക്സ്റ്റേണൽ അഫയേഴ്സ് ആകട്ടെ, എല്ലാം വളരെ കൃത്യമായി അഭിപ്രായ ഭിന്നതകളില്ലാതെ പ്രസിഡന്റിനോടൊപ്പം അല്ലെങ്കിൽ നേതൃത്വത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു സമീപനമല്ല അമേരിക്കയുടെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നത്. അതുകൊണ്ടാണല്ലോ ചീഫുമാരെ എല്ലാം ഘട്ടം ഘട്ടമായി ട്രംപിന് പുറത്താക്കേണ്ട സാഹചര്യം വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം അമേരിക്കൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ഏറ്റവും കൃത്യമായി അറിയാവുന്നത് ഇറാൻ തന്നെയാണ്. ഇറാനാണെങ്കിലോ, ഇറാനിൽ നേരത്തെ ക്ലർജിയുടെ പൂർണ്ണമായും മേധാവിത്വമായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ വിലായത്തെ ഫക്കീഹ് അല്ലെങ്കിൽ സുപ്രീം ലീഡറിന്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്, അദ്ദേഹം സ്വിച്ചിടുമ്പോൾ ലൈറ്റ് കത്തുന്ന ഒരു സംവിധാനമാണ് അവിടെ എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ IRGCയുടെ കയ്യിലാണ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഒരു ഡിഫൻസ് ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് ഒരു അത്തരത്തിലുള്ള വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഓരോ നീക്കവും വളരെ സ്ട്രാറ്റജിക് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. നേരത്തെയാണെങ്കിൽ മതവിധികളും മതകൽപ്പനകളും കൂടി നോക്കിക്കൊണ്ടായിരുന്നു ഇറാന്റെ ഓരോ നീക്കവും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ IRGCയുടെ നേതൃത്വത്തിലിരിക്കുന്ന വൈദഗ്ധ്യമുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് എന്താണോ അവരോട് ആവശ്യപ്പെടുന്നത് അത് മാത്രം
ചെയ്യാൻ പക്ഷേ കഴിയുന്ന ശ്രീ അഷ്റഫ് സാഹചര്യമാണ് കടക്കൽ ഇപ്പോൾ IRGC നിലവിലുള്ളത്. പോലെയുള്ള അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ സുശക്തമായ ഒരു പ്രതിരോധ സംവിധാനത്തെ, അതിന്റെ ഘടനയെ, അതിന്റെ ഇരുമ്പ് ചട്ടക്കൂടിനെ നിർമ്മിച്ചെടുത്തത് ആയത്തുള്ള അലി ഖംനൈ എന്ന കൊല്ലപ്പെട്ട നേതാവായിരുന്നല്ലോ. അപ്പോൾ ക്ലർജിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലല്ല, അല്ലെങ്കിൽ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല ഇറാനിൽ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്നതിൽ അത്ര വലിയ കാര്യമുണ്ടോ? അല്ല, ഈ IRGC രൂപപ്പെടുത്തിയത് ഇറാനിയൻ ക്ലർജിയുടെ പൂർണ്ണമായ സ്വാധീനത്താലും നിർദ്ദേശത്താലും ആണ് എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ നേരത്തെ അലി ഖാംനയുടെ നിർദ്ദേശം അപ്പോൾ തന്നെ സ്വീകരിച്ചുകൊണ്ട് താഴെത്തട്ടിലേക്ക് കൊടുക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു വിലായത്തെ ഫക്കീഹിന്റെ സുപ്രീം ലീഡറുടെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ അലി മുജ്തബ ഇപ്പോൾ ആ ഒരു അവസ്ഥയിലല്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെയാണ് IRGC പൂർണ്ണമായും നിയന്ത്രണങ്ങൾ കയ്യിലെടുത്തത്. അപ്പോൾ അത് കുറച്ചുകൂടി, എനിക്ക് തോന്നുന്നു, കുറച്ചുകൂടി ഒരു നയതന്ത്രവും ഒരു യുദ്ധതന്ത്രപരമായ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഇറാനെ ഇപ്പോൾ അറ്റ് പ്രസന്റ് ഇറാൻ അത്തരം ഒരു പൊസിഷനിലാണ് എന്ന് നമ്മൾ ഈ ഘട്ടം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഗതി അതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.